ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് കോളിഫ്ലവറാണ്. എന്നാൽ പിന്നെ നമുക്ക് ആക്കാൻ പോവാം. അതിന് തന്നെ നമുക്കൊരു വലിയൊരു കോളിഫ്ലവർ എടുത്ത് അതിൻ്റെ കട്ട് ചെയ്ത് അതിൻ്റെ വേക്കിലത്തെ വേണ്ടാത്ത ഐറ്റംസ് സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് എടുക്കുക. പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നല്ല വെള്ളം ചൂടായിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടണം. എന്താ പറഞ്ഞാൽ ഇതിൽ പുഴുകളും ഇതിലുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അതുകൊണ്ട് നല്ല വെള്ളത്തിൽ തിളപ്പിച്ച് പുഴുങ്ങി റെഡിയാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. നല്ല എന്തെങ്കിലും വിഷാംശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർക്കണം. അങ്ങനെ നല്ലപോലെ തിളച്ച് റെഡിയാകുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇപ്പം തിളക്കുന്നതിൽ ഉപ്പ് ചേർത്താൽ നല്ല ക്ലിയറിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ല, നമുക്കെന്നാൽ മസാല ഒന്ന് റെഡിയാക്കാം. അത് പൊരിക്കാൻ വേണ്ടിയിട്ടില്ല. അതിന് തന്നെ നമ്മൾ എടുക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്, മുളക് പൊടി, കുറച്ച് എരിവിന് ആവശ്യമായി കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് മറ്റേ ഇതിൽ ചേർത്തിന്, എന്നാൽ ഇതിൽ കുറച്ച് കൂടി ഉപ്പ് വേണം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർക്കണം. സോസും ചേർത്ത് പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിയുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവറാണ്. ഈ കോൺഫ്ലവറും കൂടി ചേർത്ത് അത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോഴൊക്കെ നമ്മൾ ഇത് ഒരു തിളപ്പിച്ച് അരിപ്പിയിൽ അരിച്ചെടുത്തിട്ട് കോളിഫ്ലവർ അരിച്ചെടുത്തിട്ട് നമ്മൾ തയ്യാർ ചെയ്ത ഈ മസാലയിലേക്ക് ചേർക്കുക. വെള്ളമെല്ലാം വാർന്ന് കഴിഞ്ഞിട്ട് ചേർത്തിട്ട് അതിൽ നല്ലപോലെ മിക്സാക്കിയിട്ട് പിടിക്കുക. നല്ലപോലെ മിക്സാക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് നോക്കണം കേട്ടോ. നല്ലപോലെ മിക്സാക്കിയിട്ട് അങ്ങ് വെച്ച് റെസ്റ്റ് വെച്ചിട്ട് ഇത് പൊരിക്കാൻ പറ്റിയ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കണക്കായിട്ട് നമുക്ക് എണ്ണ വെച്ചിട്ട് നല്ല ചൂട് കൊടുക്കുക. നല്ല ചൂട് കൊടുത്തിട്ട്, പക്ഷേ ഇത് ഇടാൻ തുടങ്ങുമ്പോൾ കുറച്ച് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് അതിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ ഓൾറെഡി നമ്മൾ ഇപ്പുറം പൂങ്ങിയിട്ട് അത് വന്നതാണ്. എന്നാൽ ഇതൊരു പൊരിഞ്ഞ് റെഡിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. പൊരിഞ്ഞ് വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലെ അങ്ങ് വാരി വിതറുക. കറിവേപ്പിലയും കുറച്ച് വാരി വിതറി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ കോളിഫ്ലവർ റെഡിയായി. പിന്നെ അതൊരു പാത്രത്തിലേക്ക് ഇതേപോലെ കോരി വെക്കുക. എന്നിട്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ സാധനം ടേസ്റ്റ് ചെയ്യുന്ന മോളാണ് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കും. നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇനി എൻ്റെ വീഡിയോ കാണാത്തവരെല്ലാം വീഡിയോ കണ്ടിട്ട് എന്തായാലും പറയട്ടോ.